വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന് മണിക്കൂറുകൾക്കകം ലംഘിച്ചു പാകിസ്ഥാൻ. പാക് നടപടിയിൽ അപലപിച്ച ഇന്ത്യ തിരിച്ചടി നൽകാൻ സേനയ്ക്ക് നിർദ്ദേശം നൽകി. അതേസമയം ജമ്മുവിലടക്കം ഏർപ്പെടുത്തിയ ബ്ലാക്ക് ഔട്ട് പിൻവലിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി അഫ്സാന അൻഷാദ് ചേരുന്നുണ്ട്. അഫ്സാന, ഇന്നലെ ഉണ്ടായ പാക് ആക്രമണം ഇപ്പോഴും തുടരുന്നുണ്ടോ? ഇപ്പോൾ എന്താണ് നിലവിലെ സ്ഥലസ്ഥിതി? ഇന്നലെ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നു മണിക്കൂറുകൾക്കകമാണ് ഇന്നലെ പാകിസ്ഥാൻ അത് ലംഘനം നടത്തിയത്. മേഖല സമാധാനത്തിലേക്ക് നീങ്ങുമെന്ന് പ്രതീക്ഷിച്ചിരിക്കെയാണ് വീണ്ടും ആക്രമണ ശ്രമം ഉണ്ടായത്. ഇതോടെ രാത്രി തന്നെ വിദേശകാര്യ മന്ത്രാലയം മാധ്യമങ്ങളെ കാണുകയും ചെയ്തു. ഏകദേശം 10:45 വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പ്രത്യേക വാർത്താ സമ്മേളനം വിളിച്ചത്. തുടർന്ന് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു കരാർ ലംഘനം ഉണ്ടായതായി സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇന്നലെ രാത്രിയിൽ ജമ്മു കശ്മീർ, പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത് എന്നിവിടങ്ങളിലെ നിയന്ത്രണ രേഖയിലും അതുപോലെ തന്നെ അന്താരാഷ്ട്ര അതിർത്തിയിലുമാണ് വെടിനിർത്തൽ ലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. പാകിസ്ഥാനി ഡ്രോണുകൾ ഇന്ത്യൻ വ്യോമാതിർത്തി ലംഘിച്ചെത്തുകയും ചെയ്തു. ഇത് മാത്രമല്ല, ഷെല്ലാക്രമണവും ഉണ്ടായി. ഏകദേശം രാത്രി 8 മണിയോടെ ആരംഭിച്ച ഷെല്ലാക്രമണം 10:30 വരെയാണ് നടന്നത്. പാകിസ്ഥാന്റെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. വീണ്ടും ഒരു ആക്രമണ സാധ്യത തെളിഞ്ഞതോടെ ഇന്നലെ രാത്രിയിൽ ജമ്മു കാശ്മീർ ജില്ലകളിലും അതുപോലെ തന്നെ പഞ്ചാബ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലും വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച് ബ്ലാക്ക് ഔട്ട് അടക്കം ഏർപ്പെടുത്തുകയും ചെയ്തു. മുൻകരുതൽ എന്നോണമാണ് ബ്ലാക്ക് ഔട്ട് ഏർപ്പെടുത്തിയത്. അതേസമയം ഇന്ത്യയുടെ പ്രതികരണം വന്നതിന് പിന്നാലെ പാകിസ്ഥാന്റെ പ്രതികരണം വന്നിരുന്നു. അതായത് വെടിനിർത്തൽ കരാർ പാലിക്കാൻ തങ്ങൾ ബാധ്യസ്ഥരാണെന്നും സൈനികർ സംയമനം പാലിക്കണമെന്നുമാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അറിയിച്ചത്. അതുമാത്രമല്ല, അദ്ദേഹം ഒരു ആരോപണവും ഉന്നയിക്കുകയും ചെയ്തു. അതായത് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നല്ല ഒരു പ്രകോപനം ഉണ്ടായത്, ഇന്ത്യയുടെ ഭാഗത്തു നിന്നാണ് ഒരു പ്രകോപനം ഉണ്ടായതെന്നാണ് അദ്ദേഹം ആരോപണം ഉന്നയിച്ചത്. എന്നാൽ പാക് സൈനികർ സംയമനം പാലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതോടെ ഇതുവരെ ആക്രമണങ്ങളോ അതുപോലെ ആക്രമണ ശ്രമങ്ങളോ ഒന്നും തന്നെ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിലവിൽ ശ്രീനഗർ അടക്കം ശാന്തമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് അതായത് ഇന്നലെ ഏർപ്പെടുത്തിയ ബ്ലാക്ക് ഔട്ടുകൾ അടക്കം അല്പസമയം മുമ്പ് പിൻവലിക്കുകയുണ്ടായി. എന്നാൽ അമൃത്സറിൽ മാത്രം റെഡ് അലേർട്ട് തുടരുമെന്നാണ് അല്പം മുമ്പ് ജില്ലാ ഭരണകൂടം അറിയിച്ചത്. ഏകദേശം ഇന്നലെ അമൃത്സറിലടക്കം ആക്രമണം ഉണ്ടായി. ഏകദേശം 12 ഡ്രോണുകളാണ് അമൃത്സറിൽ ലക്ഷ്യം വെച്ച് വന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടി മുൻകരുതലിന്റെ ഭാഗമായാണ് അലേർട്ട് തുടരാൻ ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടത്. സൈറൻ മുഴക്കുമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങളോട് വീടുകളിൽ തന്നെ തുടരാനും സുരക്ഷിത സ്ഥാനത്ത് തന്നെ തുടരാനും റോഡുകളിലോ ടെറസുകളിലോ പോലും ഇറങ്ങരുതെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം US-ന്റെ മധ്യസ്ഥതയിലാണ് ഇതുപോലൊരു വെടിനിർത്തൽ കരാർ നിലവിൽ വന്നത്. ഇത് ലംഘിച്ചതോടെ ഈ വിശ്വാസ്യത തന്നെയാണ് ഇല്ലാതായിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും ഒരു ആക്രമണ സാധ്യത തള്ളിക്കളയാൻ ആവില്ല. ജനങ്ങളടക്കം വലിയ ആശങ്കയിൽ തന്നെയാണ്. ജനങ്ങളടക്കം വലിയ ആശങ്കയിൽ തന്നെയാണ്. അതോടൊപ്പം അതീവ ജാഗ്രതയിൽ തന്നെയാണ് രാജ്യം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരി, വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന മണിക്കൂറുകൾക്കകമാണ് പാകിസ്ഥാൻ അത് ലംഘിച്ചത്. പാക് നടപടിയിൽ ഇന്ത്യ അപലപിച്ചിരിക്കുകയാണ്. തിരിച്ചടി നൽകാൻ സേനയ്ക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അഫ്സാന അൻഷാദാണ് വിവരങ്ങളുമായി ചേർന്നത്.